അവൾ കാത്തിരുന്ന മഴ അഥവാ ദ റെയിൻ ഷീ വെയിറ്റഡ് ഫോർ. പാലക്കാട് ഗ്രാമത്തിലെ ഒരു പഴയ വീട്ടിൽ താമസിച്ചിരുന്ന പെൺകുട്ടിയായിരുന്നു മീന. മഴ അവൾക്ക് വളരെ ഇഷ്ടമായിരുന്നു. മഴ പെയ്യുമ്പോൾ അവൾ എപ്പോഴും വീടിന്റെ മുന്നിലെ ചെറുവരാന്തയിലിരുന്ന് ആകാശം നോക്കും. അവളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക വ്യക്തിയുണ്ടായിരുന്നു, അരുൺ. അവർ കുട്ടിക്കാലം മുതൽ സുഹൃത്തുക്കളായിരുന്നു. മഴ പെയ്യുമ്പോൾ അവരൊരുമിച്ചോടും, ചിരിക്കും, സ്വപ്നങ്ങൾ പങ്കിടും. ഒരു ദിവസം അരുൺ പറഞ്ഞു, "നമ്മൾ വലുതായാൽ ഞാൻ നഗരത്തിലേക്ക് പോകും, ഒരു വലിയ ജോലി ചെയ്യും." മീന ചിരിച്ചു ചോദിച്ചു, "അപ്പോൾ എന്നെ മറക്കുമോ?" അരുൺ അവളെ നോക്കി. "മഴയെ ആരെങ്കിലും മറക്കുമോ?" ദിവസങ്ങൾ കടന്നുപോയി. അവർ വളർന്നു. ഒരു ദിവസം അരുൺ നഗരത്തിലേക്ക് പോയി. പോകുന്നതിനു മുൻപ് അവൻ മീനയോട് പറഞ്ഞു, "ഓരോ വർഷവും ആദ്യ മഴ പെയ്യുമ്പോൾ ഞാനിവിടെ വരും." മീന ആ വാക്കുകൾ മനസ്സിൽ സൂക്ഷിച്ചു. ആദ്യ വർഷം മഴ പെയ്തു. അരുൺ വന്നു. രണ്ടാം വർഷം അവൻ വീണ്ടും വന്നു. മൂന്നാം വർഷം മഴ പെയ്തു, പക്ഷേ അരുൺ വന്നില്ല. മീന കാത്തിരുന്നു. മഴയുടെ ഓരോ തുള്ളിയിലും അവൾ അവന്റെ കാൽപ്പാടുകൾ തേടി. പക്ഷേ അവൻ വന്നില്ല. ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ കടന്നുപോയി. എന്നാലും ഓരോ വർഷവും ആദ്യ മഴ പെയ്യുമ്പോൾ മീന അതേ വരാന്തയിലിരുന്ന് കാത്തിരുന്നു. ഒരു ദിവസം, വർഷങ്ങൾക്ക് ശേഷം മഴ പെയ്യുകയായിരുന്നു. മീന പതിവുപോലെ പുറത്തിരുന്നു. അപ്പോൾ ആരോ അവളുടെ മുന്നിൽ നിന്നു. അത് അരുണായിരുന്നു. അവൻ ചിരിച്ചു പറഞ്ഞു, "ഇന്ന് വരാൻ വൈകി." മീനയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. "നീ വരില്ലെന്ന് ഞാൻ കരുതിയിരുന്നു." അരുൺ അവരുടെ കൈ പിടിച്ചു. "ഞാൻ വാഗ്ദാനം ചെയ്തില്ലേ, മഴയെപ്പോലെ ഞാൻ തിരിച്ചുവരും." ആ നിമിഷം മീന മനസ്സിലാക്കി, ചില പ്രണയങ്ങൾ കാത്തിരിപ്പിൽ പരീക്ഷിക്കപ്പെടും, പക്ഷേ സത്യമായാൽ അത് മഴ പോലെ വീണ്ടും വരും. ആളുകൾ കുടകൾക്ക് കീഴിൽ ഒളിച്ചുനിന്നു. ആ ബസ് സ്റ്റോപ്പിന്റെ ഒരു മൂലയിൽ ആരവമില്ലാതെ നിൽക്കുകയായിരുന്നു അനന്യ. അവളുടെ കണ്ണുകളിൽ എന്തോ ആഴമുള്ള ഒരു ദുഃഖം. ജീവിതം ഒരുപാട് സ്വപ്നങ്ങൾ കവർന്നെടുത്തതിന്റെ അടയാളം പോലെ. അപ്പോൾ അവളുടെ പക്കൽ വന്നു നിന്നു അർജുൻ. മഴയിൽ നനഞ്ഞ മുടിയും ചിരിയോടെ നിറഞ്ഞ കണ്ണുകളും. "കുടയില്ലേ?" അവൻ ചോദിച്ചു. അനന്യ തലകുനിച്ചു. അവൻ തന്റെ കുട അവളുടെ ഭാഗത്തേക്ക് നീട്ടി. "ഇത് പിടിക്കൂ, അല്ലെങ്കിൽ പൂർണ്ണമായി നനയും." ആ നിമിഷം അവൾ ആദ്യം ചിരിച്ചു, വളരെ ദിവസങ്ങൾക്ക് ശേഷം. അവരുടെ ആദ്യ സംഭാഷണം അത്ര ചെറിയതായിരുന്നു, പക്ഷേ ആ ചെറിയ സംഭാഷണത്തിൽ തന്നെ ഒരു വലിയ ബന്ധത്തിന്റെ വിത്ത് വിതച്ചു. ദിവസങ്ങൾ കടന്നുപോയി. അവർക്കു തമ്മിൽ പതിവായി കാണൽ തുടങ്ങി. ചിലപ്പോൾ ബസ് സ്റ്റോപ്പിൽ, ചിലപ്പോൾ കോഫി ഷോപ്പിൽ. അനന്യ തന്റെ സ്വപ്നങ്ങൾ പങ്കുവച്ചു, ഒരു എഴുത്തുകാരിയാകണം എന്നത്. അർജുൻ പറഞ്ഞു, "അവനൊരു ഫോട്ടോഗ്രാഫറാണ്, ലോകം കാണാൻ ആഗ്രഹിക്കുന്നു." "നിനക്കറിയാമോ," ഒരിക്കൽ അർജുൻ പറഞ്ഞു, "മഴയിൽ നിൽക്കുന്നവരെ ചിത്രീകരിക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ സത്യമായ വികാരങ്ങൾ കാണാം." അനന്യ ചിരിച്ചു. "അപ്പോൾ എന്റെ കണ്ണുകളിൽ എന്താണ് കണ്ടത്?" അർജുൻ ഒരു നിമിഷം നിശ്ശബ്ദനായി. "ഒരു കഥ, പക്ഷെ ആ കഥയ്ക്ക് ഇനി സന്തോഷകരമായ അവസാനം വേണം." കാലം നീങ്ങി. അവരുടെ ബന്ധം കൂടുതൽ ശക്തമായി. പക്ഷേ ജീവിതം എല്ലായ്പ്പോഴും സുന്ദരമല്ല. ഒരു ദിവസം അർജുൻ പറഞ്ഞു, "എനിക്ക് ഡൽഹിയിലേക്ക് പോകണം, വലിയൊരവസരം കിട്ടിയിട്ടുണ്ട്." അനന്യയുടെ ഹൃദയം ഒന്ന് നിശ്ചലമായി. "എത്ര കാലം?" "അറിയില്ല." ആ രാത്രി അവർ മഴയിൽ വീണ്ടും നിന്നു, ആദ്യമായി കണ്ട സ്ഥലത്ത്. "നിനക്ക് പേടിയുണ്ടോ?" അർജുൻ ചോദിച്ചു. "ഉണ്ട്," അവൾ സമ്മതിച്ചു. "നീ തിരിച്ചുവരുമോ എന്നറിയാത്തതിനാൽ." അർജുൻ അവളുടെ കൈ പിടിച്ചു. "മഴ വീണ്ടും പെയ്യുമ്പോൾ ഞാൻ തിരിച്ചുവരും." മാസങ്ങൾ കടന്നു. സന്ദേശങ്ങൾ കുറയാൻ തുടങ്ങി. വിളികൾ അപൂർവമായി. ഒരു ദിവസം ഒരു കത്തെത്തി. അർജുൻ അയച്ചത്. "അനന്യ, ജീവിതം എന്നെ ദൂരെയാക്കി. പക്ഷേ ഞാൻ തിരിച്ചറിഞ്ഞു, ലോകം കാണുന്നതിനേക്കാൾ നിന്നെ കാണുന്നതാണ് എനിക്ക് പ്രാധാന്യം." ആ കത്ത് വായിച്ചപ്പോൾ അനന്യയുടെ കണ്ണുകൾ നിറഞ്ഞു. അന്നേ ദിവസം വൈകുന്നേരം മഴ വീണ്ടും പെയ്തു. ബസ് സ്റ്റോപ്പിൽ അവൾ നിന്നു, ഹൃദയം ഉത്സാഹത്തോടെയും ഭയത്തോടെയും. പിന്നിൽ നിന്നും ഒരു ശബ്ദം, "കുടയില്ലേ?"
അവൾ തിരിഞ്ഞു. അർജുൻ. അവന്റെ കയ്യിൽ പഴയ അതേ കുട. അവൾ ചിരിച്ചു. ഇപ്പോൾ വേണ്ട, ഞാൻ മഴയെ പേടിക്കുന്നില്ല. അവർ ഒരുമിച്ച് മഴയിൽ നടന്നു. മഴ അവരെ നനച്ചു. പക്ഷേ ഇത്തവണ അവരെ വേർതിരിച്ചില്ല. കാരണം